സംസ്ഥാനത്തെ ലഹരി അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നത് ചർച്ച ചെയ്യാൻ വിശാലാലോചനാ യോഗം വിളിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ. സമൂഹത്തിന്റെ സകല മേഖലകളിലേക്കുമുള്ള ആൾക്കാരെയും ഉൾപ്പെടുത്തിയായിരിക്കും യോഗം നടത്തുക. പോലീസിന്റെയും എക്സൈസിന്റെ ഇടപെടൽ കൂടുതൽ കർശനമാക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലഹരി തടയാൻ സർക്കാർ ഇടപെട്ടാൽ പ്രതിപക്ഷം പൂർണ്ണ പിന്തുണ നൽകുമെന്ന് വി.ഡി. സതീശനും വ്യക്തമാക്കി. താമരശ്ശേരിയിൽ ഷഹബാസ് എന്ന 10ാം ക്ലാസ് വിദ്യാർത്ഥി കൊല്ലപ്പെട്ടതും സമീപകാലത്തുണ്ടായ അക്രമങ്ങളും സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നായിരുന്നു പ്രതിപക്ഷം അടിയന്തര പ്രമേയ നോട്ടീസിലൂടെ ആവശ്യപ്പെട്ടത്. സന്തോഷത്തോടെ ചർച്ച അംഗീകരിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. സാധാരണഗതിയിൽ പ്രതിപക്ഷത്ത് പറയുമ്പോൾ ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താനൊക്കെ ചില കാര്യങ്ങൾ പറയുമല്ലോ. എന്നാൽ ഈ പ്രശ്നത്തിന്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു സംസാരമാണ് അവസാനം പ്രതിപക്ഷ നേതാവ് നടത്തിയത്. സമീപകാലത്ത് കേരളത്തിലുണ്ടായ ക്രൂരമായ കൊലപാതകങ്ങൾക്ക് കാരണം ലഹരിയാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച രമേശ് ചെന്നിത്തല. സാർ, ഇതിന്റെ എല്ലാം പിന്നിൽ ലഹരിയാണ്. കേരളം ലഹരി മാഫിയയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് ആഴ്ന്നു പോവുകയാണ്. രാസലഹരിയിൽ മൂല്യബോധം നഷ്ടപ്പെടുന്ന ഇവർക്ക് ഏത് ക്രൂരതയ്ക്കും മടിയില്ല എന്ന നിലയിലേക്കാണ് സാർ കാര്യങ്ങൾ പോകുന്നത്. സർക്കാർ എടുത്ത നടപടികളും അക്രമങ്ങൾക്ക് കാരണമാകുന്ന സംഭവങ്ങളും മുഖ്യമന്ത്രി സഭയിൽ എണ്ണിപ്പറഞ്ഞു. കുട്ടികളുടെ ഒറ്റപ്പെടൽ, സിനിമയിലെ സ്വാധീനം, കുട്ടികൾ നേരിടുന്ന അധികമായ സമ്മർദ്ദം, ഇതെല്ലാം അക്രമത്തിന് കാരണമാകുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. ഇത് തടയാൻ വേണ്ടി സമൂഹത്തിന്റെ വിവിധ മേഖലകളിലുള്ള ആൾക്കാരെ ഉൾപ്പെടുത്തി വിശാലമായ ആലോചനായോഗം നടത്തുമെന്ന് മുഖ്യമന്ത്രി. എല്ലാവരെയും കൂടി ചേർത്തുകൊണ്ടുള്ള ഒരു വിശാലമായ ആലോചനാ യോഗം നടക്കണം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. അപ്പോഴാണ് മുഖ്യമന്ത്രി രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞത്. അത് അക്രമം നടത്താനുള്ള സന്ദേശമായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. ലഹരിക്കടത്ത് തടയാൻ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചാലും പൂർണ്ണ പിന്തുണ നൽകുമെന്നും പ്രതിപക്ഷ നേതാവ്. സർക്കാർ അതിശക്തമായ നടപടികൾ സ്വീകരിക്കണം. നടപടികൾ സ്വീകരിക്കുന്നില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട്. സ്വീകരിച്ചാൽ അതിന് ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ നൽകും. ഭരണപ്രതിപക്ഷം ലഹരിക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന പൊതുവികാരമാണ് നിയമസഭയിലെ ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം നടത്തിയത്. പ്രതിപക്ഷം പിന്തുണ പ്രഖ്യാപിച്ചതോടെ സഭ നിർത്തിവെക്കണമെന്ന ഉപക്ഷേപം രമേശ് ചെന്നിത്തല പിൻവലിച്ചു. മീഡിയ 1 തിരുവനന്തപുരം.